നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ജാതക ദോഷത്തിന്റെ ഫലമായിട്ട് സുഭാഷ് വീട് വിട്ടു പോവുകയാണ്. സുഭാഷിനാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. തൻ്റെ ജാതകം ശരിയല്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പെണ്ണുങ്ങൾ വാഴാത്ത തൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഈ പെണ്ണുങ്ങൾ ഈ വീട്ടിൽ വാഴാത്തതിൻ്റെ കാരണം അതാണ്. അതുപോലെ തന്നെ സുധീഷിനാണെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടാത്ത താൻ കാരണമാണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പം സുഭാഷ് എന്ത് ചെയ്തു, ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് വീട് വിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സുഭാഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ മൊത്തം അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് നിധി ആ കത്ത് കാണുന്നത്. കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി വീട്ടിലേക്കില്ല, ഞാൻ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട്. ആ കത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു വിഷമമായിപ്പോയി. പിന്നീടാണ് ഭാസ്കരനും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒടുവിൽ എല്ലാവരും നാനാ വഴിക്ക് പോയി അന്വേഷിക്കാനായിട്ട് അറിയാവുന്നിടത്തൊക്കെ പോയി. സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അവിനാശിനെ കണ്ട് അവിനാശിനോടൊക്കെ ചോദിച്ചു. പക്ഷെ ആർക്കും അറിയില്ല എന്നാ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെ സുഭാഷിന് ഈ പറയത്തക്ക ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവരോടൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഏകദേശം പോവാൻ ഇടയുള്ള എല്ലാ സ്ഥലങ്ങളും കൂടെ പോയി അന്വേഷിച്ചു. പക്ഷെ ഒരിടത്തൊന്നും സുഭാഷിനെ കുറിച്ച് യാതൊരു വിധ അറിവും കിട്ടിയില്ല. ആരും കണ്ടിട്ടില്ലെന്നാ പറയണ സുഭാഷിനെ. ഒടുവിൽ അന്വേഷിച്ച് തളർന്ന അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നികേഷ് ആണെങ്കിൽ കരയുന്നില്ല. നികേഷ് ഇങ്ങനെ കരയാതെ ഇങ്ങനെ ഇരിക്കുക. നികേഷ് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വിഷമം ഉണ്ടാകുമ്പോൾ ഉടനെ അവൻ കരയുന്ന, പക്ഷെ അവൻ കരയാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷൻ നിധിക്കൊക്കെ ഉണ്ടായി. കാരണം അവനെ മാനസിക നില തെറ്റിയതുപോലെ തന്നെ അവനിരിക്കുന്നത്. സുഭാഷ് എന്ന് വെച്ചാൽ അവന് അച്ഛനും അമ്മയും എല്ലാമാണ്. സുഭാഷ് ഇല്ലാതെ ഒരു ദിവസം പോലും അവൻ ഇരുന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുഭാഷിനെ കാണാതാവുന്നത്. ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ്. സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. രാവിലെ തൊട്ട് ആരും ആഹാരം കഴിക്കാൻ പോയിട്ട് ഒരു വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആറായി കഴിഞ്ഞപ്പോഴത്തേന് നിധി ഒരു തീരുമാനം എടുത്തു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, പോലീസ് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. സുധീഷിനോട് പറഞ്ഞു, സുധീഷെ നമുക്ക് പോലീസ് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് വേണോ, കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇത്ര സമയമായില്ലേ, ഇനിയിപ്പം കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആരാ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടനാന്നൊക്കെയുള്ള കാര്യം സുധീഷ് പറഞ്ഞു. അല്ല, എന്ത് പറ്റിയതാ, ഞങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ അറിയണം, പോകാനുള്ള സാഹചര്യം എന്താണെന്ന് അറിയണം. പിന്നെ പോലീസിനോട് പറയാതിരിക്കാൻ പറ്റുമോ, ആ കത്തും കാണിച്ചു. ഈ സമയത്ത് പോലീസുകാരോട് നല്ല വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വരുന്ന കേസുകളിലൊക്കെ പിന്നെ അവർ ജീവൻ എടുക്കുകയോ ചെയ്യുന്നത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം സുധീഷിന് നിധിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് വേറൊരു പോലീസുകാരൻ വരുന്നത്. വേറൊരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ, നേരത്തെ നമുക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാറേ, 3-4 ചേർന്ന് ഒരുത്തരെ ഇടിച്ചെന്നുള്ളത്, അത് ആ കുടുംബത്തിലെ സാറിന് മനസ്സിലായോന്ന് ചോദിച്ചു. ഓ, ആ വീട്ടിൽ നിന്നാണെന്നൊക്കെ ചോദിച്ചു. നിധി പറഞ്ഞു, സാറേ അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നെന്ന്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളെ ചേട്ടനെ കിട്ടണം. അതെ, കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അന്വേഷിക്കാം. പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോയി അവർ സ്വയം ജീവൻ ഒടുക്കുക ചെയ്യുന്നേ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞോളെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഒരു കംപ്ലൈൻറ്റ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. സുധീഷിന് കംപ്ലൈൻറ്റ് എഴുതാൻ പോയിട്ട് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല. സുധീഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. നിധിയാണ് കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുക്കുന്ന, കാണാനില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുധീഷ് അവിടെ വിങ്ങി കരയാണ്. ഒരു വണ്ടിയിലേക്ക് ചാരി എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നിധിക്ക് ഭയങ്കര വിഷമം. നിധി ഒരു കുപ്പി വെള്ളമൊക്കെ പോയി വാങ്ങി അത് കൊണ്ടുവന്ന് സുധീഷിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിക്കും സുധീഷേന്ന് പറഞ്ഞു. സുധീഷ് വേണ്ടാന്ന് പറഞ്ഞു. ഇത് കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുധീഷിനെ അവിടെ പിടിച്ചിരുത്തി. സുധീഷ് കരച്ചിൽ നിർത്തുന്നില്ല. സുധീഷ് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, സുഭാഷേണ്ടല്ലാതെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോകത്തില്ല, ഞാൻ അവരോടൊക്കെ ചെന്നിട്ട് എന്താ പറയണേ, എനിക്ക് പേടിയാവുന്നുണ്ട് നിധി, സുഭാഷേണ്ട എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുടുംബം ഇല്ലെന്ന് തന്നെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി എന്ത് ചെയ്തു, സുധീഷിനെ തന്നയിലേക്ക് ചേർത്ത് പിടിച്ചു. തോളിലേക്ക് ചേർത്ത് എടുത്തിട്ട് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുകയാണ്. സങ്കടപ്പെടണ്ട, സുഭാഷേണ്ണ നിങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റില്ല, സുഭാഷേണ്ണ എവിടെയാണെങ്കിലും വരും, സുഭാഷേണ്ണ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു.
നിധി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് സുധീഷിനെ. ആ സമയത്ത് നിധിക്ക് വേണേൽ കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ താനും കൂടെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താവുമെന്ന് നിധി ചിന്തിച്ചു. അങ്ങനെ ഒടുവിൽ കംപ്ലൈൻ്റ് കൊടുത്ത് അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷും നികേഷും ഒക്കെ ചോദിച്ചു, എന്തായി, വല്ല വിവരം കിട്ടിയോ? കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷെ അവനെക്കുറിച്ചൊരു വിവരമില്ല. അല്ല, ഇനി അവന് കുഞ്ഞു വെച്ചൊന്നുമല്ല, പെൺപിള്ളേരൊക്കെയാണ് ഇറങ്ങിപ്പോയെങ്കിൽ പേടിക്കണം. അവർ ആണല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. അവൻ പോയതുപോലെ ഇങ്ങോട്ടേക്ക് വന്നോളും. അവനങ്ങനെ എല്ലാവരെയും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും ആശ്വസിപ്പിച്ചു. പക്ഷെ ഭാസ്കരന് നല്ല ടെൻഷനുണ്ട്. അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് ഭാസ്കരൻ ആ സിറ്റ് ഔട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഗംഗാധരനിൽ ലളിതയും കൂടെ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവരങ്ങോട്ട് വന്ന് ഭാസ്കരനെ നോക്കിയിട്ട് അകത്തേക്ക് അവിടെ കയറുമ്പോഴത്തേനും സുധീഷ് ഇറങ്ങി ചെന്നു. പിന്നീട് അവരകത്തേക്ക് കയറി വന്ന് ഇപ്പം നിധി കസാരയൊക്കെ എടുത്തിട്ട് കൊടുത്തിരിക്കാനായിട്ട് അങ്ങനെ അവരിരുന്നു. നിധി വെള്ളമൊക്കെ ഉണ്ടായി കുടിക്കാൻ കൊടുത്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം ഗംഗാധരൻ പറഞ്ഞു, അതെ, സുഭാഷിനെ കാണുന്നില്ലെന്ന് അറിഞ്ഞു, അതുകൊണ്ട് അത് അറിഞ്ഞു കേട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. അല്ല, ഇവിടുന്ന് പോകാൻ എന്താ കാരണം? ഭാസ്കരൻ വല്ല അടിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നിധി പറഞ്ഞു. പിന്നെ എന്താ കാരണം എന്ന് ലളിത ചോദിച്ചു. അത് സുഭാഷേട്ടന് കല്യാണം വന്നായിരുന്നു. ആ സമയം ജാതകം നോക്കി, ജാതകത്തിൽ സുഭാഷേട്ടന് പെണ്ണു വാഴില്ല. ഈ കുടുംബത്തിൽ സുഭാഷേട്ടൻ നിന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതറിഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയി. അങ്ങനെ കത്തൊക്കെ അവരെ കാണിക്കുക. ആ കത്തൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അവനിങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ലളിത പറഞ്ഞു, അതെ, എവിടെ പോവാനാ, സുഭാഷിനെ നിങ്ങളെയൊന്നും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവർക്കും ഭയങ്കര വിഷമം. ഇന്നലെ വരെ ശത്രുക്കളെ പോലെ ഇരുന്നവരാണ്. പക്ഷെ സുഭാഷിനെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അവർക്കും. ഒന്നുമില്ലേലും സ്വന്തം സഹോദരൻ്റെ മകനാണല്ലോ. അപ്പം ആ ഒരിത് വെച്ച് അവർ വന്നേക്കുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭാസ്കരനും കൂടെ കയറി വന്നു. സത്യം പറയടാ, എൻ്റെ മോനെ നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ഭാസ്കരൻ ചോദിച്ചു. ഗംഗാധരൻ പറഞ്ഞു, ഇതാടി ലളിത, ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്, കണ്ടില്ലേ, പറയുന്ന കേട്ടില്ലേ. ആ സമയം സുധീഷ് പറഞ്ഞു, അച്ഛാ വേണ്ട, മിണ്ടായിരിക്കാൻ പറഞ്ഞു. പിന്നെ ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. കുറേ സമയം കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അവൻ അങ്ങനെ ദൂരേക്കൊന്നും പോകാനൊന്നും പറ്റില്ല, അവൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നോളും. കുഞ്ഞുനാളിലെ മുതൽ അവനെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം സമാധാനിപ്പിച്ചിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. എല്ലാവരും പോയി. രാത്രിയായി കഴിഞ്ഞിട്ടും സുഭാഷിനെ കുറിച്ച് ഒരു വിവരമില്ല. ഇനി അന്വേഷിക്കാനായിട്ടൊരു സ്ഥലം പോലും ബാക്കിയില്ല. അങ്ങനെ രാത്രി എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭാസ്കരൻ പെട്ടെന്ന് സുധീഷിനോട് പറഞ്ഞു, എടാ, ആ അവിനാശിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാൻ മേലായിരുന്നോ? അവിനാശിന്റെ വീട്ടിലോ? എനിക്ക് തോന്നുന്നു മിക്കവാറും ആ പെണ്ണിനെ അടിച്ചോണ്ട് അവൻ പോയി കാണുന്ന. പെണ്ണിനെ അടിച്ചോണ്ടോ? ആ, അവിടെ ഒരു ഹിന്ദിക്കാരി പെണ്ണുണ്ടല്ലോ, അവിനാശിന്റെ സഹോദരി. അവളുടെ പേരെന്താ? ചാന്ദിനി. അവളെ അടിച്ചോണ്ട് മിക്കവാറും അവൻ കടന്നു കളഞ്ഞു. ഇതേ അച്ഛാ, ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. ആകെപ്പാടെ സുഭാഷിയുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് പെണ്ണിനെ അടിച്ചോണ്ട് പോവാനല്ലേ? എടാ, ഞാൻ പറഞ്ഞേന് നീ എന്നെ കൊല്ലാൻ വരണ്ട, ഞാനങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ, നീ ആ വഴിക്കും നോക്ക്. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ ആലോചിച്ചു. അവിനാശിനോട് പോയി ചോദിച്ചതാണ്, പക്ഷെ ഒരു വിവരം അറിയില്ലെന്നാ പറഞ്ഞത്. പക്ഷെ എന്താ എങ്ങനെ എന്തോ. സുധീഷ് പറഞ്ഞു, ശരി, ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ ഒടുവിൽ സുധീഷ് അവിനാശി താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കഥയെ പതുക്കെ മുട്ടിയപ്പോഴത്തേനും അവിനാശി വന്ന് കഥ തുറന്നു. ദൈവമേ, സുഭാഷിയാണ് ഇവിടെ കാണുന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് സുധീഷ് നിൽക്കുന്നത്. ആ സമയത്ത് അകത്തുനിന്ന് സുഭാഷിൻ്റെ ശബ്ദം കേൾക്കുന്നു. സുഭാഷും ചാന്ദിനിയും തമ്മിലുള്ള സംസാരം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണെന്ന് തോന്നി. സുഭാഷേട്ടൻ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അറിവ് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് അവിനാശിനെ തള്ളി മാറ്റി അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചാന്ദിനി. അതൊരു പ്ലേറ്റിനകത്തേക്ക് എടുത്തു വെച്ച് സുഭാഷിനോട് കഴിക്കാൻ പറയാം. പക്ഷെ സുഭാഷ് കഴിക്കുന്നില്ല. അപ്പം സുധീഷ് വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സുഭാഷ് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നില്ല ചാന്ദിനി. എന്തോ എനിക്കിത് കാണുമ്പോൾ എൻ്റെ അനുജന്മാരെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവരിപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, അവരെന്തെടുക്കുമായിരിക്കും. അങ്ങനെ വലിയ ടെൻഷനിലായിരുന്നു. അപ്പോഴേക്കാണ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നത്. സുഭാഷ് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സുധീഷിനെ കണ്ടു. പെട്ടെന്ന് സുഭാഷ് ചാടി എഴുന്നേറ്റു. സുധീഷ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് പരിപാടിയായിട്ടാ കാണിച്ചത്? ഞങ്ങളോട് എന്നാലും ഇത് വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കരച്ചില്ല, ഭയങ്കര സീനും കാര്യങ്ങളും. ഒടുവിൽ
സുധീഷ് പറഞ്ഞു സുഭാഷ് ചേട്ടൻ വരണം. ഞാൻ വന്നാൽ ശരിയാകത്തില്ലടാ ആ വീട്ടിലേക്ക്, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ദേ ഞാൻ ഇനിയിപ്പം സുഭാഷ് ചേട്ടനും കൂടി ചെന്നില്ലെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വരും, അതുകൊണ്ട് സുഭാഷ് ചേട്ടൻ അവിടേക്ക് വരുന്നത് നല്ലത്. ഒടുവിൽ സുഭാഷ് അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങുവാണ്. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു സുധീഷ്. നിധിയെ ഫോൺ വിളിച്ചപ്പോൾ നിധി വെച്ചു, എന്തായി സുഭാഷ് ചേട്ടനെ കുറിച്ചുള്ള വിവരം കിട്ടിയോ? ശരിക്കും കരയുന്ന പോലെയായിരുന്നു നിധി. സുഭാഷ് ചേട്ടനെ കിട്ടി, ഞങ്ങൾ ഇപ്പത്തിന് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായത്. അങ്ങനെ സുഭാഷിനെ കൂട്ടിക്കൊണ്ട് സുധീഷ് അങ്ങോട്ട് ചെന്നു. ആദ്യം നികേഷ് ഓടി വന്നു. നികേഷ് ആണെങ്കിൽ ആരോടും മിണ്ടുന്നില്ലായിരുന്നു. വല്ലാത്തൊരവസ്ഥയെ, ഇങ്ങനെ പോയിട്ടുണ്ട് അവൻ എന്തെങ്കിലും കടുങ്കി ചെയ്യുമെന്ന് പോലും എല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നു. ഓടി വന്ന് സുഭാഷിനെ കൂടെ കെട്ടിപ്പിടിച്ചു. ചേട്ടാന്ന് പറഞ്ഞോണ്ട്, എന്നാലും എന്താ ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചോണ്ട് വല്ലാത്തൊരു കരച്ചിലായിരുന്നു നികേഷ്. അതുപോലെ തന്നെ ഹരീഷും സുധീഷും എല്ലാവരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നിധിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. കാരണം അത്ര വികാരനിർഭരമായ രംഗമായിരുന്നു. സുഭാഷ് ഇല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭാസ്കരൻ്റെ വരവ്. ഭാസ്കരൻ വന്നപ്പം സുഭാഷ് അച്ഛാന്നും പറഞ്ഞങ്ങോട്ട് ചെന്നു. ഒരൊറ്റ അടിയായിരുന്നു സുഭാഷിൻ്റെ കണ്ണം നിർത്തി. നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? നാണമില്ലാത്തവനെ, എടാ നിനക്ക് അങ്ങനെ ഇറങ്ങിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? ഏതോ ഒരുത്തം വന്ന് ജാതകം നോക്കി പറഞ്ഞെന്നും പറഞ്ഞോണ്ട്, എടാ അങ്ങനെയാണെങ്കിൽ ഇതേ എൻ്റെ 2 ഭാര്യമാരെ ഞാൻ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എനിക്കല്ലേ അറിയത്തുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന്. ഭാസ്കരൻ അപ്പോഴങ്ങനെയാണ് പറയണത്. അപ്പം ഭാസ്കരൻ കൊന്നിട്ടില്ലെന്ന് തന്നെയാണ് അതിനർത്ഥം. പക്ഷേ നാട്ടുകാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞാൻ ശിക്ഷ അനുഭവിച്ചു, എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ടോ? എന്തിനാറേ? നിന്റെ അനുജന്മാരൊക്കെ എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടോ? അവരൊക്കെ എന്നോട് എന്തൊക്കെ പറയുന്നു, ഇറങ്ങിപ്പോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണു. പക്ഷെ ഞാൻ അതൊക്കെ മൈൻഡ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? എടാ അത് അത്ര കാര്യമുള്ളൂ. എടാ ഇത് അതുപോലെ തന്നെ എടുത്താൽ മതി. ഏതോ ഒരു ജോലിസിൽ എന്തേലും പറഞ്ഞു വെച്ചോണ്ട് വീട് വിട്ട് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഭാസ്കരൻ കുറേ കൂടി പറഞ്ഞു. അപ്പോഴാണ് സുഭാഷിനും എല്ലാവർക്കും ഒരു സമാധാനമായത്. ഒടുവിൽ എല്ലാവരും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവായി. ആ സമയം സുധീഷ് പറഞ്ഞു, ഞാനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ചാന്ദിനി സുഭാഷ് ചേട്ടന് ഫുഡൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നു. ഒന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു. ഞാനോടത്തിന് കല്യാണം കഴിഞ്ഞോന്ന്. കല്യാണമോ? എടാ ഒന്നും മിണ്ടായിരിക്കടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷിനെ ചീത്ത പറഞ്ഞു സുഭാഷ്. വൈകുന്നേരത്തെ ഫുഡ് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിച്ചു. ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം സുഭാഷിന് മനസ്സിലായവർ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കും. ഭാസ്കരനെ കഴിക്കാൻ വിളിച്ചു. ഭാസ്കരൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ കഴിച്ചോളാന്നൊക്കെ പറഞ്ഞു. ഭാസ്കരന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നിധി സുഭാഷും എല്ലാവരും കൂടെ വിളിച്ചു. ഭാസ്കരനും അങ്ങനെ വന്നിരുന്നു. അവരോടൊപ്പം സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുവാണ്. പിറ്റേ ദിവസം സുധീഷൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു. 2-3 ജ്യോത്സ്യന്മാരെ വിളിക്കണം, ജാതകം കാണിക്കണം. ആ ജാതകം നോക്കുമ്പോൾ അവരെന്താ പറയണമെന്നറിയാലോ. 3-4 ജ്യോത്സ്യന്മാർ ഒരുപോലെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് ആ ജാതകം കാണിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു. എല്ലാവരും നല്ലത് തന്നെ പറഞ്ഞു. ആരും മോശമായിട്ടൊന്നും പറഞ്ഞില്ല. സുഭാഷിന് നല്ല കാലമാണ്, അധികം വൈകാതെ കല്യാണം നടക്കുമെന്ന് വരെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് സുഭാഷിനൊരു സമാധാനം വന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയാണ്. അപ്പം അതിന് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.